ദിലീപ് വീണ്ടും അച്ഛനാവാൻ പോവുകയാണെന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെയാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരജോഡികൾ സ്ക്രീനിലും അപ്പുറത്ത് ജീവിതത്തിലും ഒരുമിച്ചത് വാർത്തയായിരുന്നു. കാവ്യമാധവൻ ഗർഭിണിയാണെന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെയാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് അറിയില്ല. സ്ഥിരീകരണമില്ലാത്ത വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് പ്രചരിക്കുന്നത്. കാവ്യമാധവന്റെ ആരാധകർ കേൾക്കാൻ ആഗ്രഹിച്ചൊരു വാർത്തയാണ് ഇത്. എന്നാൽ ഈ വാർത്തയുടെ നിജസ്ഥിതി എത്രത്തോളം എന്ന് പറയാറായിട്ടില്ല. ഇരുവരുമായി ബന്ധപ്പെട്ടവരാരും ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടുമില്ല. കാവ്യമാധവൻ ഗർഭിണിയാണെന്നും താരകുടുംബത്തിലേക്ക് പുതിയ അതിഥി എത്താൻ പോവുകയുമാണെന്നുള്ള വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന വാർത്ത ശരിയാണെങ്കിൽ ദിലീപിന്റെ ആദ്യ ഭാര്യയായിരുന്ന മഞ്ജു വാര്യരുടെ പ്രതികരണത്തെക്കുറിച്ച് അറിയാനാണ് താരത്തിന്റെ ആരാധകർ കാത്തിരിക്കുന്നത്. ദിലീപിനെയും കാവ്യമാധവനെയും ചേർത്ത് നിരവധി ഗോസിപ്പുകൾ വളരെ മുമ്പേ തന്നെ പ്രചരിച്ചിരുന്നു. മഞ്ജു വാര്യരോടൊപ്പം ഒരുമിച്ച് കഴിയുന്നതിനിടയിൽ പ്രചരിച്ച വാർത്ത ഗോസിപ്പാണെന്നും പറഞ്ഞ് താരം നിഷ്കരുണം തള്ളിക്കളയുകയായിരുന്നു. എന്നാൽ പിന്നീട് മഞ്ജു വാര്യരുമായി വിവാഹമോചനം നേടിയ താരം കാവ്യമാധവനെ വിവാഹം ചെയ്യുകയായിരുന്നു. ദിലീപ് കാവ്യ വിവാഹത്തിന് ശേഷവും എതിരാളികൾ താരത്തെ വിടാതെ പിന്തുടരുകയാണ്. ദിലീപ് ഷോ 2017 ബഹിഷ്കരിക്കുമെന്ന് ഭീഷണി ഉണ്ടായിരുന്നു. ബഹിഷ്കരണ ഭീഷണിയെ അവഗണിച്ചാണ് ദിലീപും സംഘവും പരിപാടിയുമായി മുന്നോട്ട് പോയത്. വിവാഹശേഷം കാവ്യമാധവനും മീനാക്ഷിയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടെന്ന തരത്തിലുള്ള ഗോസിപ്പുകളും പ്രചരിച്ചിരുന്നു. എന്നാൽ അമേരിക്കൻ ഷോയിലെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ഈ വിവാദത്തിന് പ്രസക്തിയില്ലാതെയാവുകയായിരുന്നു. കാവ്യയ്ക്കും ദിലീപിനുമൊപ്പം സന്തോഷവതിയായി നിൽക്കുന്ന മകളുടെ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ദിലീപ് വീണ്ടും അച്ഛനാവാൻ പോവുകയാണെന്ന വാർത്തയോട് ഇരുവരും പ്രതികരിച്ചിട്ടില്ല. താരദമ്പതികളുടെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് സിനിമാ ലോകം. ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ. കൂടാതെ സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾക്കും ഗോസിപ്പുകൾക്കും റിലീസ് ചെയ്യുന്ന പുതിയ സിനിമകളുടെ പ്രേക്ഷകരുടെ ആദ്യ പ്രതികരണവും പുതിയ റിലീസ് സിനിമകളുടെ റിവ്യൂവിനും സബ്സ്ക്രൈബ് ചെയ്യൂ. മലയാളം ക്രിയേഷൻസ്.